എന്തായിരിക്കും? ടോസ് നേടിയ ദക്ഷിണാഫ്രിക്ക ബാറ്റിംഗ് തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇന്ത്യക്ക് ബൗളിംഗ് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ നൽകാനുള്ള ഏറ്റവും പുതിയ വിവരം. ഇന്ത്യക്ക് ബൗളിംഗ്, ഇന്ത്യ ബൗളിംഗ് തെരഞ്ഞെടുത്തിരിക്കുന്നു. ഹരി, തുടരാം. നേരത്തെ പറഞ്ഞ പോലെ ദക്ഷിണാഫ്രിക്ക ഇപ്പോൾ ബാറ്റിംഗ് ആണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ അഹമ്മദാബാദിൽ ഇന്ത്യയാണ് നെതർലൻഡ്സിനെതിരെ ആദ്യം ബാറ്റ് ചെയ്തത്. ഇന്ത്യക്ക് വലിയൊരു സ്കോർ നേടാൻ കഴിഞ്ഞിരുന്നു. 192 എന്ന് പറയുന്നത് മികച്ച സ്കോർ തന്നെയാണ്. അപ്പോൾ ഒരു വലിയ സ്കോർ നേടാൻ കഴിഞ്ഞിരുന്നു. അപ്പോൾ അതുകൂടി കണക്കാക്കിയായിരിക്കും ചിലപ്പോൾ ദക്ഷിണാഫ്രിക്ക ആദ്യം ബാറ്റിംഗ് എടുത്തത്. ഒരുപക്ഷേ ആദ്യം ബാറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കുന്ന ഒരു പിച്ചായിരിക്കും. കാരണം കഴിഞ്ഞ മത്സരത്തിൽ നെതർലൻഡ്സിനെ രണ്ടാമത് ബാറ്റ് ചെയ്തപ്പോൾ ചില ഓഫ് സ്പിന്നിനൊക്കെ എതിരെ കളിക്കാൻ നെതർലൻഡ്സ് അല്പം ബുദ്ധിമുട്ടുന്നത് കണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പിച്ച് രണ്ടാം ഇന്നിംഗ്സിൽ മാറുമെന്നുള്ളൊരു സാഹചര്യം ഉള്ളതുകൊണ്ടാവാം ദക്ഷിണാഫ്രിക്ക ബാറ്റിംഗ് തെരഞ്ഞെടുത്തത്. എന്തായാലും വലിയ സ്കോർ ദക്ഷിണാഫ്രിക്ക കെട്ടിപ്പടുത്തു കഴിഞ്ഞാൽ ഇന്ത്യക്ക് അത് നേടുക എന്നത് അല്പം പ്രയാസമായിരിക്കും. ഒരുപക്ഷേ ദക്ഷിണാഫ്രിക്കയെ ചെറിയ സ്കോറിലേക്ക് ഒതുക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാവും ഇന്ത്യ ഇറങ്ങുക. ഇപ്പോൾ നമ്മളിനി പ്രധാനമായി ഉറ്റുനോക്കുന്നത് ഇന്ത്യൻ ടീമിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്നുള്ളത് തന്നെയാണ്. ബാറ്റിംഗ് നിരയിൽ പ്രധാനമായും സഞ്ജു സാംസൺ എത്തുമോ എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം തിലക് വർമ്മയും അഭിഷേക് ശർമ്മയും അത്ര മികച്ച ഫോമിലല്ല ഉള്ളത്. അപ്പോൾ ഈ രണ്ട് താരങ്ങൾക്ക് പകരം ഒരാൾക്കൊരു സ്ഥാനം നഷ്ടമാവുമോ എന്നുള്ളത് നമ്മൾ ഉറ്റുനോക്കുകയാണ്. സഞ്ജു സാംസൺ എത്തിക്കഴിഞ്ഞാൽ അത് ക്രിക്കറ്റ് ആരാധകർക്ക് വലിയ ആവേശമാണ്, മലയാളികൾക്ക് പ്രത്യേകിച്ച് വലിയ ആവേശമാണ്. സഞ്ജു ഒരു മത്സരമാണ് ഈ ടൂർണമെന്റിൽ കളിച്ചിട്ടുള്ളത്, നമീബിയക്കെതിരെ. അന്ന് അദ്ദേഹം ഒരു മികച്ച തുടക്കം ഇന്ത്യൻ ടീമിന് നൽകിയിരുന്നു. പക്ഷേ പിന്നീടുള്ള മത്സരങ്ങളൊന്നും അദ്ദേഹത്തിന് അവസരം ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉറ്റുനോക്കുന്നത് സഞ്ജു വരുമോ എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ സൂര്യകുമാർ യാദവ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹവും ബാറ്റിംഗ് തിരഞ്ഞെടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരുന്നതെന്നാണ്. പക്ഷേ ഇപ്പോൾ ടോസ് നഷ്ടമായി എന്നുള്ളതൊരു നഷ്ടമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ആദ്യം ബോൾ ചെയ്ത് ദക്ഷിണാഫ്രിക്ക ചെറിയ സ്കോറിന് ഒതുക്കുക എന്നുള്ളത് തന്നെയാവും ഇന്ത്യ നോക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ബൗളിംഗിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ ടീമിന്റെ താരങ്ങൾ ഫോം കണ്ടെത്തിയിട്ടുണ്ട്. ജസ്പ്രീത് ബുംറയൊക്കെ മികച്ച ലെങ്ത്തിൽ എറിയുന്നുണ്ട്. അർഷ്ദീപ് സിംഗും മികച്ച ഫോമിലാണുള്ളത്. ഇന്ത്യയുടെ ബൗളിംഗിൽ ഏറ്റവും ട്രംപ് കാർഡ് എന്ന് പറയുന്നത് വരുൺ ചക്രവർത്തി തന്നെയാണ്. അതുകൊണ്ട് ദക്ഷിണാഫ്രിക്കയെ ഒരു ചെറിയ സ്കോറിൽ ഒതുക്കുക, പിന്നീട് അത് ചേസ് ചെയ്തെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇന്ത്യ നോക്കുന്നത്. മഹേഷ്, ഇപ്പോൾ സൂര്യകുമാർ യാദവ് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ടീമിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് നമ്മൾ ആകാംക്ഷയോടെ തന്നെ കാത്തിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ ഫോമിലേക്ക് എത്താതിരുന്ന അഭിഷേക് ശർമ്മ സ്വാഭാവികമായി അദ്ദേഹം ടീമിൽ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ തിലക് വർമ്മയ്ക്ക് പകരം എന്തെങ്കിലും മാറ്റം, ഒരു സാധ്യത സഞ്ജു സാംസൺ ഉണ്ടാകുമോ എന്നുള്ളതാണ് പിന്നീട് നടന്ന ചർച്ച. ഇനി അതല്ല, അതേ ടീം തുടരുമോ എന്നുള്ളത്. എന്തായാലും ഇപ്പോൾ തന്നെ അത് സംബന്ധിച്ചുള്ള ഒരു വിശദാംശങ്ങൾ ഇപ്പോൾ വരും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇല്ല, അതായത് നിലവിലുള്ള ടീം തന്നെ എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സഞ്ജു ഇല്ല. അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ, തിലക് വർമ്മ, സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യ, ശിവം ദുബെ, റിങ്കു സിംഗ്, വാഷിംഗ്ടൺ സുന്ദർ, അർഷ്ദീപ് സിംഗ്, ജസ്പ്രീത് ബുംറ അല്ലെ. അപ്പോൾ അതാണ് 11 നമ്മൾ പറയുകയാണ്. ഒരിക്കൽ കൂടി നമ്മൾ ആ പ്ലേയിങ് 11 ഒരു പക്ഷേ നമുക്ക് സ്ക്രീനിൽ അല്പസമയം കൊണ്ട് നമുക്ക് നമ്മുടെ സ്ക്രീനിൽ കാണാനാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരിക്കൽ കൂടി ഹരി സഞ്ജു ഇല്ല, അതാണ് ഏറ്റവും ഒടുവിലത്തെ ഒരു അപ്ഡേറ്റ്. സഞ്ജു സാംസൺ ഈ മത്സരത്തിലും അവസരമില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ മത്സരത്തിലെ ആ ഒരു പ്രകടനത്തിന് ശേഷം നമ്മൾ സഞ്ജു ടീമിലേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. കാരണം ഇന്നലെ നടന്ന ഞാൻ തിരികെ വരാം. ഇപ്പോൾ അഹമ്മദാബാദിൽ നിന്ന് അഞ്ജന ശശി ചേരുകയാണ്. മാധ്യമപ്രവർത്തക, സ്പോർട്സ് ജേർണലിസ്റ്റാണ്. അവര് ഈ T20 ലോകകപ്പിനൊപ്പം സഞ്ചരിക്കുന്ന മാധ്യമപ്രവർത്തകയാണ്. അപ്പോൾ ഇന്ത്യയുടെ എല്ലാ മത്സരങ്ങളിലും ഒപ്പം സഞ്ചരിക്കുകയും അത് വിലയിരുത്തുകയും ഒക്കെ ചെയ്യുന്ന മാധ്യമപ്രവർത്തകയാണ് അഞ്ജന ശശി. അഞ്ജന, ഇന്നിപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് 11 ഒരു മാറ്റം ഉണ്ടായേക്കും. ഒരുപക്ഷെ ടോപ്പ് ഓർഡറിൽ കുറച്ചുകൂടി റൺസ് വേഗത്തിൽ കണ്ടെത്താൻ ഒരുപക്ഷെ സഞ്ജുവിനെ ഇറക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അഹമ്മദാബാദിലെ പിച്ച് തന്നെയായിരിക്കാം ഒരു പക്ഷേ ആ ടീമിൽ അങ്ങനെ ഒരു മാറ്റത്തിന് സാധ്യത വേണ്ട എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു 11 നമ്മൾ എങ്ങനെ കാണേണ്ടി വരും? തീർച്ചയായും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു സഞ്ജുവിനെ ടീമിലേക്ക് എടുക്കുമെന്ന്. പക്ഷെ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇവിടെ നടന്ന പ്രസ് മീറ്റുകളിലെല്ലാം തന്നെ സൂര്യകുമാർ യാദവ് ആണെങ്കിലും ബോളിംഗ് കോച്ചാണെങ്കിലും പറഞ്ഞിരുന്നത് ഒരു ഹിന്റ് തന്നിരുന്നു, സഞ്ജു ടീമിലേക്ക് ഉണ്ടാവില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ഹിന്റ് തന്നെയായിരുന്നു തന്നിരുന്നത്. കാരണം ഇപ്പോഴുള്ള കഴിഞ്ഞ 11 തന്നെ നിലനിർത്തും എന്നുള്ളത് തന്നെയായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നെങ്കിൽ പോലും നമുക്ക് പ്രതീക്ഷയിൽ ഇങ്ങനെയുള്ള ടീമിനെ തന്നെയായിരുന്നു പ്രതീക്ഷിച്ചത്. പക്ഷേ വാഷിംഗ്ടൺ സുന്ദറിന് പകരം അക്സർ പട്ടേൽ വന്നേക്കാമെന്നൊരു ധാരണ എല്ലാവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. മേ ബി പിച്ചിന്റെ ഒരു പ്രശ്നം കൊണ്ടായിരിക്കാം. ഏറ്റവും കടുത്ത വെല്ലുവിളിയുള്ള ഒരു വേദിയാണല്ലോ നരേന്ദ്രമോദി സ്റ്റേഡിയം എന്ന് പറയുന്നത്. ചെന്നൈയിലും കൊൽക്കത്തയിലൊക്കെ നടക്കുന്ന മറ്റ് സൂപ്പർ 8 പരമ്പരാഗതമായി സ്പിന്നിനെ സഹായിക്കുന്നതോ അല്ലെങ്കിൽ അതിന് തുല്യമായ പിച്ചുകളാണ്. എന്നാൽ ഇവിടെ നമ്മുടെ ദക്ഷിണാഫ്രിക്കെതിരെ ഉദ്ഘാടനോത്സവത്തിൽ ഇവിടെ ഇപ്പൊ അഹമ്മദാബാദിൽ ഒരുക്കിയിരിക്കുന്ന പിച്ച് എന്ന് പറഞ്ഞാൽ കറുത്ത മണ്ണുള്ള ഈ പുല്ല് മുഴുവൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ബോൾഡ് പിച്ചാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്പിന്നർമാർക്ക് വളരെ കുറഞ്ഞ സമയം മാത്രമേ ലഭിക്കുകയുള്ളൂ. നമുക്ക് നോക്കാം എന്താ ഉണ്ടാവാൻ. പരസ്പരം കൃത്യമായ ബൗൺസും വേഗവും നൽകുന്ന പിച്ചായിരിക്കും ഇത്.
ഓക്കെ, ഈ ദക്ഷിണാഫ്രിക്ക തുടക്കത്തിൽ ബാറ്റിംഗ് തെരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം എന്തായിരിക്കും? അവിടുത്തെ ബ്ലാക്ക് സോയിൽ ഒരു പക്ഷേ കുറെ കൂടി ബാറ്റിലേക്ക് പന്തെത്തും എന്ന് തന്നെ പ്രതീക്ഷിച്ചായിരിക്കും. അത് ഇപ്പോഴും ആർക്കും എല്ലാവരും ഇവിടെ പരസ്പരം ചോദിക്കുന്നതാണ്. വളരെ മോശമായ ഒരു തീരുമാനമായി പോയല്ലോ ഇത്. സാധാരണ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു ബോളിംഗ് തെരഞ്ഞെടുക്കുമെന്നായിരുന്നു. കാരണം പേസർമാർക്ക് അനുകൂലമായ ഒരു പിച്ചാണ്. ഇപ്പോൾ നിലവിൽ എന്താ പറയുക, സ്പിൻ സഹായം വളരെ കുറഞ്ഞതും ഈ ലക്ഷ്യം പ്രതിരോധിക്കേണ്ട ഒരു ടീമിന് മഞ്ഞുവീഴ്ച ഡ്യൂ അല്ലാതെ വെല്ലുവിളിയാകാനുള്ള സാധ്യതയും കൂടുതലായിരിക്കുന്ന സ്ഥിതിക്ക് നമ്മളത് അവർ ബോളിംഗ് തിരഞ്ഞെടുക്കുമെന്നായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. ഇന്ത്യ ബാറ്റിങ്ങിന് വിടുമെന്നായിരുന്നു. എന്നാൽ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ടാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. കാത്തിരുന്ന് കാണേണ്ടി തന്നെ വരും. കാരണം ഇവിടുത്തെ പിച്ചിലെ മഞ്ഞ് എന്ന് പറയുന്നത് അഹമ്മദാബാദിലും കൊൽക്കത്തയിലെല്ലാം രാത്രിയാകുമ്പോഴേക്കും വളരെയധികം ഡ്യൂ വരുന്ന ഒരു മൈതാനമാണ്. അതുകൊണ്ട് തന്നെ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു.